കർത്താവദാസൻ പറഞ്ഞതിനനുസരിച്ച് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു അധ്യായം വാക്യം വായിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമുക്ക് തിരുസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അപ്പച്ചാ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനത്തോടെ സംസാരിക്കണമേ. കേൾക്കുന്ന വചനം അടിയുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യമായി തീരാൻ സഹായിക്കണമേ. വചനത്തിൽ സംസാരിക്കാൻ കർത്താവിന്റെ നാമനോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. കർത്താവ് ഒരു വാക്ക് പറയുന്നെങ്കിൽ ആത്മാവിൽ പറയാൻ കർത്താവ് സഹായിക്കണമേ, ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം പകർന്നാട്ടെ. തിരുനാമത്തിന് ജീവബന്ധക്കരങ്ങളെ കേൾപ്പിക്കുന്നു. സ്വർഗ്ഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മൾ ആയിരിക്കട്ടെ. എന്താണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യനായി തുടങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളതായിത്തീരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. കർത്താവ് ദൈവത്തിൽ നമ്മളായിരിക്കുന്ന ദൈവത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അനുസരണം. ദൈവത്തിൽ പറയുന്ന പോലെ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ വേദനയെക്കാളും കർത്താവിന് പ്രിയമാകുന്ന കാര്യമാണ്. പിന്നെയും ദൈവത്തിൽ പറയുന്നു, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമല്ല സ്വർഗത്തിലെ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവൻ. നമ്മൾ അനുസരണത്തോടെ ദൈവഭയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ മാനിച്ചൊരുക്കിയിരിക്കും. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാമിനെ കർത്താവ് സകലത്തിലും അനുഗ്രഹിച്ചു, സകലത്തിലും ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് എന്ത് പറയുന്നു അതുപോലെ അബ്രഹാം അനുസരിക്കും. കർത്താവ് എന്ത് കാര്യം പറഞ്ഞാൽ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കാൻ പറഞ്ഞിട്ട് പോലും അബ്രഹാം അതനുസരിച്ച് അതിനുവേണ്ടി കർത്താവ് അബ്രഹാം പുറപ്പെട്ടു. അതുകൊണ്ട് അബ്രഹാമിനെ കർത്താവ് ശ്രേഷ്ഠകരമായി ഏറ്റവും മാന്യനാക്കി അനുഗ്രഹിച്ചു. നോഹയുടെ കാലത്ത്, ആ കാലത്ത് മഴ എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് കർത്താവ് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നോഹ അതിനുവേണ്ടി തയ്യാറെടുത്തു, പെട്ടകം പണിഞ്ഞു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു, ശ്രേഷ്ഠകരമായി അവനെ മാനിച്ചു, ദേശത്ത് അവനെ മാനിച്ച് അനുഗ്രഹിച്ചു. പത്രോസ് കർത്താവിന്റെ വാക്കിന് വേണ്ടി വലയിറക്കിയപ്പോൾ കർത്താവിന്റെ അവന്റെ പടകിനെയും വലയെല്ലാം നിറച്ച് കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അനുസരണം. അനുസരിക്കുന്നതിനെ കർത്താവ് മാനിച്ചു തീർക്കും. കർത്താവ് ശ്രേഷ്ഠ മനുഷ്യന്റെ പദവികൾ നമ്മളെ ആദരിക്കുകയും ബഹുമാനം നമ്മുടെ ജീവിതത്തിൽ പകരുകയും ചെയ്യും. കർത്താവ് നമ്മളെ എത്ര ആദരിച്ചാലും എത്ര അനുഗ്രഹം നമ്മുടെ മേൽ പകർന്നാലും കർത്താവ് താഴ്ന്നു നിന്നുമ്പോൾ നമ്മൾ ദിവസത്തിൽ താഴ്മയുള്ളവരായിരിക്കണം. കർത്താവ് താഴ്ന്നു നിന്നുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തു, തന്നെത്താൻ താഴ്ത്തി. കർത്താവ് താഴ്ത്തിയതുപോലെ തിരുസന്നിധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ ലോകത്തെ മനുഷ്യർക്ക് റോൾ മോഡലുകളായി പലരുമുണ്ട്. എന്നാൽ നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ ഹീറോയല്ല, നമ്മുടെ നസ്രാണി യേശുക്രിസ്തുവാണ്. അവൻ ഹൃദയങ്ങളുടെ മുറിവിട്ട ദൈവമാണ്. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ തള്ളിക്കളഞ്ഞ ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണോ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ നോക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്കാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുക്രിസ്തുവിനെ നോക്കുകയും നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ആ കാലത്ത് ക്രൂശ് ഏറ്റവും നീചകരമായ ഒരു മരണമായി കരുതിയിരുന്ന കാലത്ത് കർത്താവ് ആ ക്രൂശിനെ സഹിച്ചു. പിതാവിനെ അനുസരിക്കുവാൻ വേണ്ടി, കർത്താവിന്റെ ഇഷ്ടം തികയ്ക്കുവാൻ വേണ്ടി എന്റെ കർത്താവ് ക്രൂശിനെ സഹിച്ചു. അപമാനത്തെ കർത്താവ് അലക്ഷ്യമായി കളഞ്ഞു. തന്റെ മുമ്പിൽ വെച്ചിട്ട് സന്തോഷം ഓർത്ത് ആ ക്രൂശിനെ കർത്താവ് സഹിച്ചു. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അതിനുവേണ്ടി മാത്രം കർത്താവിനെ സഹിച്ചു അനുസരിക്കുകയും ചെയ്ത്, അതുകൊണ്ട് കർത്താവ് അവനെ ഏറ്റവും ശ്രേഷ്ഠകരമായി അനുഗ്രഹിച്ചു, പിതാവിന്റെ വലതുഭാഗത്തിരുത്തി. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിലും മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇരുത്തുകയും സർവ്വം അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും
എല്ലാം നിറവായിരിക്കുന്ന ഒരു ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് താഴ്ത്തി ഏൽപ്പിച്ചതുകൊണ്ട് കർത്താവ് എന്റെ യേശുവിനെ ഏറ്റവും ശ്രേഷ്ഠകരമായ സകലത്തിനും തലയാക്കി വെച്ച് പിതാവിന്റെ വലത് ഭാഗത്തിരുത്തി. ആ കർത്താവിനെയാണ് സ്തേഫാനോസ് കണ്ടത്. തന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, കല്ലേറ് കൊണ്ട സ്ഥാനത്ത് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലത് ഭാഗത്ത് പുത്രൻ നിൽക്കുന്നതും സ്തേഫാനോസ് താൻ കണ്ടു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ മാറിപ്പോകുകയുമല്ല, പിതാവിന്റെ സന്നിധിയിൽ അത്രയും നേരം ഇരിക്കുക എന്ന എന്റെ കർത്താവ് സ്തേഫാനോസിന്റെ ആ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ കർത്താവ് എഴുന്നേറ്റ് നിന്നു. അവനെ മാറോട് ചേർക്കുവാൻ, അവനെ ആശ്വസിപ്പിക്കുവാൻ, അവനെ കരുതുവാൻ, അവനെ ചേർക്കുവാൻ വേണ്ടി എന്റെ യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന ദൈവമാണ്. നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും, ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാൽ, ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും, ഒറ്റപ്പെടുത്തി കളഞ്ഞാൽ എന്റെ കർത്താവ് നമ്മെ തള്ളിക്കളഞ്ഞ ദൈവമല്ല. അവൻ നമ്മെ മാറോട് ചേർന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. യോസേഫിന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്, സിംഹത്തിന്റെ കുടിയിൽ ദാനിയേലിന് വേണ്ടി ഇറങ്ങിയ കർത്താവ്, തീച്ചുവയുടെ നടുവിൽ എബ്രായ ബാലന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്, പത്മോസിന്റെ ഏകാന്തത്തിൽ യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വരും. നമ്മൾ പല സാഹചര്യത്തിലും ഏകായി തീർന്ന് ഏകാന്തത അനുഭവിക്കുന്ന നമ്മൾ തോന്നുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചോണം, എന്റെ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ, എന്റെ കർത്താവിനെ മുഖാന്തരമായി കാണുവാൻ സാഹചര്യമായി എന്റെ കർത്താവിനെ മാറ്റുക തന്നെ ചെയ്യും. അവൻ നമ്മെ ശക്തീകരിക്കും. അവൻ നമ്മെ ശ്രദ്ധകരമായി മാനിച്ചു ഉയർത്തുന്ന ദൈവമാണ്. പിന്നെയും നമ്മൾ തന്നെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലെ സകല ആജ്ഞാനുഗ്രഹങ്ങൾ നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിന്റെ അധികാരത്തെ നമ്മൾ മേൽ പകരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ തളർന്നും ക്ഷീണിച്ചും ക്ഷയിക്കുവാനല്ല, കർത്താവ് നമ്മുടെ മേൽ പകർന്ന ഒരു അധികാരമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചോട്ടുവാൻ കർത്താവ് നമുക്കൊരു അധികാരമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, ഏത് പ്രതികൂലമാണ് അതിനെ നോക്കി കൽപ്പിക്കുവാനാണ് കർത്താവ് അധികാരം തന്നിരിക്കുന്നത്. അവൻ നമ്മെ പുതിയതും അവൻ നമ്മെ പുതിയതും പന്തേറിയതും മൂർച്ചയുള്ളതും വേണ്ടിയാക്കി തീർക്കും. ഏത് പർവ്വത സമമായ പ്രശ്നങ്ങളാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ അധികാരത്തോടെ നിന്ന് കൽപ്പിക്കുമ്പോൾ അതിന്റെ നിലയിൽ നമ്മൾ മാറിപ്പോകാനിടയാകും. എന്റെ കർത്താവിന്റെ ശക്തിയാൽ, അഭിഷേകത്തിന്റെ നിലവിനാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകാനിടയാകും. ആ അധികാരം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കണം, ആ ശക്തിയാൽ നിറയുന്നതായിരിക്കണം. പിന്നെയും നമ്മുടെ കർത്താവിന്റെ ഭാവമാണ് കർത്താവിന്റെ സ്നേഹം. ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ഉപാധികൾ വെച്ച് സ്നേഹിക്കുമ്പോൾ എന്റെ കർത്താവ് മാറ്റമിടാൻ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ ഹല്ലേലൂയ, അവൻ നമ്മളെ എത്രയൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും, എത്രയൊക്കെ നമ്മൾ അവനെ മകന്നു പോയാലും കർത്താവ് വീണ്ടും നമ്മളെ മാറടച്ച് നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ആ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഈ ഹിന്ദു വിശ്വാസത്തിലെ പല ദൈവങ്ങളും, പറയപ്പെടുന്ന പല ദൈവങ്ങളും ഈ ലോകത്തിലേക്ക് വന്നെന്ന് പറയപ്പെടുന്നത് ദുഷ്ടന്മാരെ സംഹരിക്കാനും പാപികളെ ഉന്മൂലനം ചെയ്യുവാനും തകർത്ത് കളയാനും വന്നപ്പോൾ എന്റെ യേശു വന്നത് പാപികൾക്ക് വേണ്ടി മരിക്കുവാനാണ്, പാപികൾക്ക് വേണ്ടി ജീവൻ നൽകുവാനാണ്, പാപികളെ രക്ഷിക്കുവാനാണ് എന്റെ യേശു വന്നത്. അവൻ ഹല്ലേലൂയ, ആ കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് നിറഞ്ഞിരിക്കാൻ ആഹാരത്തിൽ നമുക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാം. ഈ പകൽക്കാലം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മൾ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ ഭാവം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരും. കൊമ്പിന് മുന്തിരിയോട് വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല. ഫലം കായ്ക്കുന്നതിലോ കർത്താവാധികം ചെല്ലി വെളിപ്പാക്കി നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിൽ വസിക്കുമ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും കണ്ണുനീരാലും ദൈവവചന കേൾവിയാലും ദൈവത്തിന്റെ വചനത്താലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വസിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ ഭാവം നമ്മളിലേക്ക് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കർത്താവിൽ വസിക്കുന്നവരായിരിക്കണം. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും കർത്താവിൽ വസിക്കുവാൻ തൃക്കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കണം. ഈ പകൽക്കാലം വചനങ്ങൾക്ക് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കാം. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുന്നതിനായ കർത്താവിനെ നോക്കാം. തിരുസന്നിധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഈ പകൽ ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള ഭാവമുള്ളവരായിരിക്കാൻ, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ, കർത്താവ് കരുതിയതുപോലെ കരുതുവാൻ, കർത്താവ് അനുസരിച്ചതുപോലെ അനുസരിപ്പാൻ, കർത്താവ് ചെയ്തതുപോലെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ തിരുസന്നിധിയിൽ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്തിന് വേണ്ടി അല്പസമയം തന്ന കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ